മക്കളെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നതാകുന്ന കാര്യം എന്താ? ഈ തന്നിട്ടുള്ളതാകുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഡിഗ്രി പ്രിലിംസ് ആകുന്ന പരീക്ഷയിൽ ചോദിച്ച ആളുകളാണെന്നാ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പഠിക്കണം എന്നൊരു ചോദ്യം കൂടി നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? എടാ, ഇവൻ RRB-യുടേതാകുന്ന പരീക്ഷകളിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാ. ഈ അടുത്തിടയ്ക്ക് കേരള PSC പലതാകുന്ന സൈറ്റുകളിൽ നിന്നും അല്ലെ പലതാകുന്ന എന്താണ് പരീക്ഷകൾക്ക് മുന്നേ കൂട്ടി നടത്തിയ ചോദ്യങ്ങളെ നമ്മളുടേതാകുന്ന ചോദ്യപേപ്പറിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. PSC-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല, വേറെ മറ്റ് പരീക്ഷകളുടേതാകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ആ കാര്യം കൊണ്ട് ഈ ചോദ്യങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്നാ പറഞ്ഞു. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കേ. ജോൺ എന്ന് പറയുന്ന ഒരാള് സോണി എന്ന് പറയുന്ന ആൾക്ക് 5% വാർഷിക പലിശ നിരക്കിൽ എന്ത് ചെയ്തു? കൂട്ടുപലിശ എന്ന നിരക്കിലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ 5% എന്ന് പറയുന്നത് പെർ ആനത്തിലെ കണക്കാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓരോ വർഷവും 5%. അങ്ങനെ 3 വർഷത്തേക്കാണ് ആ പൈസ അവിടെ കടമായി കൊടുക്കുന്നത്. എങ്കിൽ കൊടുത്തതാകുന്ന പൈസ 6 ലക്ഷമാണെങ്കിൽ 3 വർഷത്തിന് ശേഷം എത്രയാകുന്ന തുക തിരിച്ചു ലഭിക്കേണ്ടി വരും അവിടെ, അല്ലെങ്കിൽ തിരിച്ചു വാങ്ങേണ്ടി വരും അവിടെ എന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ നമുക്ക് പാസ്കൽ ട്രയാങ്കിളിന്റെ കോഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. 1331 എന്നാണ് കോഡ്. ഇവിടെ നമുക്ക് ഒന്നിന് താഴെ എന്ത് എഴുതാം? പ്രിൻസിപ്പൽ എമൗണ്ട് ആകുന്ന ആ 6 ലക്ഷം എന്ന് പറയുന്നവനെ അവിടെ എഴുതാം. ശരിയല്ലേ? എഴുതി 6 ലക്ഷം എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? 3-ന് താഴെ 6 ലക്ഷം ആകുന്ന തുകയുടെ എത്ര ശതമാനം? 5% എത്രയാണോ അത് എഴുതണം. 6 ലക്ഷത്തിന്റെ 5% എന്ന് പറയുന്നത് എത്രയാ? 2 0 വെട്ടുക, 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര വരും? 6000-ന്റെ 5 മടങ്ങ് എന്ന് പറയുന്നത് 30,000 എന്ന് വരും. 30,000 എന്ന് വരും. ഇനി എന്താ ചെയ്യണ്ടേ? 30,000 ആകുന്ന തുകയുടെ 5%-ത്തെ ഈ അടുത്ത 3-ന് താഴേക്ക് കൊണ്ടുവരണം. 2 0 വെട്ടിയിട്ട് നമുക്ക് എത്ര കൊണ്ട്? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് 1500 വരും. ഇനി എന്ത് ചെയ്യണം? 1500-ന്റെ 5%-നെ നമ്മൾ 1-ന് താഴെ എഴുതണം. 1500-ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര വരും? 15 5 75 എന്ന് വരും. ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 3 years കിട്ടണമെങ്കിൽ മുകളിലും താഴെയുമുള്ള സംഖ്യകൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് അവനെ കൂട്ടണം. അപ്പൊ ടോട്ടൽ എമൗണ്ട് കിട്ടും. സോ ഇവിടെ എങ്ങനെ വരും? 6 ലക്ഷം പ്ലസ് 30 ഗുണം 3 എന്ന് പറയുന്നത് 90 അല്ലേ? അതായത് 90,000 പ്ലസ് 15 3 45 അല്ലേ? അപ്പൊ ഇവിടെ ഒരു 4500 വരും. പ്ലസ് 75 ഗുണം 1 75 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ മൊത്തത്തിൽ എന്ത് വരും? 5-ൽ അവസാനിക്കുന്ന ഒരാളായി വരും. നമ്മുടെ ഓപ്ഷനുകളിൽ 5-ൽ അവസാനിക്കുന്ന ആൾ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായി മാറി? ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 6,94,575 രൂപ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പിടികിട്ടുമോ മതിമാരെ? പിടികിട്ടുമോ? പിടികിട്ടും. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാള് വിരമിക്കുന്നു. ഓക്കെ ആണോ? അല്ല, ഒരാളല്ല, ഒരു ഗ്രൂപ്പാണ്. വിരമിച്ചതാകുന്ന റിട്ടയേർഡ് ആകുന്ന ഒരാളിന്റെ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പാണ്, റിട്ടയേർഡ് ആയ ആളുകളുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് മൊത്തം 9 പേരുണ്ട്. ആ 9 പേരുടേതാകുന്ന ശരാശരി പ്രായം അല്ലെങ്കിൽ ആവറേജ് ആകുന്ന ഏജ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 64 ആണ്. എത്രയാണ്? 64 ആണ്. അങ്ങനെ 64 ആകുന്ന പ്രായമുള്ള ആ ഒരു ഗ്രൂപ്പ്, ശരാശരി പ്രായം 64 ആകുന്ന ആ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് നിന്ന് എന്ത് ചെയ്തു? ഒരാള് ഗ്രൂപ്പ് അങ്ങ് വിട്ടു. ഒരംഗം എന്ത് ചെയ്തു? ഗ്രൂപ്പ് വിട്ടു. അപ്പോ ശരാശരി ആകുന്ന പ്രായം എത്രയായി മാറി? 2 കുറഞ്ഞു. ശരാശരി എത്രയായി മാറി? 2 കുറഞ്ഞു. എത്രയായി മാറി? 2 കുറഞ്ഞു. അങ്ങനെ നോക്കുമ്പോ 2 കുറയുമ്പോ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കും? ആ പോയ ആളിൻ്റെതാകുന്ന പ്രായം എത്രയാണ് എന്ന് ചോദിക്കും. ആ പോയ ആളിന്റെ പ്രായം എത്രയാണ് എന്ന് ചോദിക്കും. ഓക്കെ ആണോ? അങ്ങനെ ആ ആളുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ. മൊത്തം 64 ആയിരുന്നല്ലോ ആവറേജ്, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോ, 9 പേരുണ്ടായിരുന്നപ്പോ. അതിനകത്ത് നിന്ന് ഒരാൾ പോയപ്പോ 62 മാറിയില്ലേ ആവറേജ് ഏജ്? അത് 8 പേരുടെ ആവറേജ് ഏജ് അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു, എന്ത് ചെയ്താൽ മതി? മൊത്തമാകുന്ന സം. എങ്ങനെയാ സം എഴുതിയത്? ആവറേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ. ശരാശരി എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ. ശരിയല്ലേ? ആവറേജ് ഇൻറ്റു നമ്പർ ആയ കാരണം കൊണ്ട് 9 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന പ്രായത്തിന്റെ തുക, അതിൽ നിന്ന് 8 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന പ്രായത്തിന്റെ തുക രണ്ടും കൂടെ കുറച്ചാൽ മതി. എനിക്ക് ആൻസർ കിട്ടും. എത്രയെന്ന് കിട്ടും മക്കളെ? 80 എന്ന് വരും. എങ്ങനെയാ 80 എന്ന് വരുന്നത്? വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് രണ്ടിടത്തുനിന്നും 8 കോമൺ എടുക്കാം. എടുത്താൽ അകത്താര് വരും? ഇവിടെ 64-ന്റെ ബാലൻസ് ഒരു 8 ഉണ്ട്. 8 ഗുണം 9 72 മൈനസ് 62 അതേപടി അവിടെ ഉണ്ടെങ്കിലും 8 പുറത്തു പോകും അല്ലെ? അങ്ങനെയാണ് 62 72 തങ്ങളിലുള്ള വ്യത്യാസം 10. 8 ഗുണം 10 എന്ന് പറയുന്നത് 80. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 80. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് ഈ ഒരു മാതൃകയിൽ അല്ലാതെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ലോജിക്ക് സൈഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു എന്നതുകൊണ്ട് ഞാൻ ഇതങ്ങ് പറഞ്ഞെന്നാ. ഓക്കെ ആണോ? അവിടെ എന്താ ചെയ്യുക? സം ഓഫ് 8 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന ഗ്രൂപ്പ് ഉണ്ട്, 9 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന കാര്യവും അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന സമ്മിൽ നിന്ന് 8 പേരടങ്ങുമ്പോഴുള്ളതാകുന്ന സം അവിടെ കുറയ്ക്കണം.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പോയ ആളുടെ ലെഫ്റ്റ് ആയ ആളിന്റെ എന്ത് കിട്ടും? ഏജ് കിട്ടും. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച ലോജിക്ക്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യത്തിനകത്ത് എന്താ പറയുന്നത് മക്കളെ? 5.25 മീറ്റർ ഉള്ളതാകുന്ന ഒരു റൂം, അത്രയും നീളമുള്ളതാകുന്ന ഒരു റൂം, വീതി എന്ന് പറയുന്നത് അവൻ എത്രയാ വരുന്നത്? 5.10 എന്നാണെങ്കിൽ ആ റൂമിനകത്ത് എനിക്ക് എന്ത് ഇടണം? ഒരു സ്ക്വയർ ടൈല് ഇടണം, ഒരു സമുചതുരത്തിനകത്തുള്ളതാകുന്ന ഒരു ടൈൽ ഇടണം. അങ്ങനെ ഇടേണ്ടതാകുന്ന ടൈല് എത്ര എണ്ണം വേണ്ടി വരും? ആ സ്ക്വയർ ടൈലിന്റെ അളവല്ല ചോദിക്കുന്നത്, എണ്ണമാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ നിസ്സാരം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? 525 എന്നാക്കുന്നു, എല്ലാം സെന്റിമീറ്ററിനകത്തേക്കാക്കും. ഇവിടെ 510 എന്നാക്കും. എന്ത് ചെയ്യും? എന്നിട്ട് ഇവനെ അവന്റെ HCF കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. HCF കൊണ്ടല്ല, HCFന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശരിയാണോ? ഇതാണ് ഇക്വേഷൻ. നമ്പർ ഓഫ് ടൈൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് നമ്പറുകൾ നീളവും വീതിയും എന്താണോ തരുന്നത് അതേ ഡിവൈഡഡ് ബൈ ആ രണ്ട് സംഖ്യകളുടെ HCFന്റെ സ്ക്വയർ എടുത്താൽ മതി. അങ്ങനെ HCFന്റെ സ്ക്വയർ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ? 525 ഗുണം 510. ഓക്കെ അല്ലെ? ഇവന്മാര് രണ്ടുപേര് 525ഉം 510ഉം ഇവന്മാരുടെ ഡിഫറൻസ് തന്നെ വരുന്നത് എത്രയെന്നാ വരുന്നത്? 15 എന്നാ വരുന്നത്. അതായത് 15ന്റെ പട്ടികയിൽ 525 ഉണ്ടോ, 15ന്റെ പട്ടികയിൽ 510 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇവന്റെ HCF 15, അതായത് 15ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂസ് വെട്ടി 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 ചെറുതാക്കുമ്പോൾ നമ്മുടെ ആൻസർ 1190 എന്ന് വരും. ഓക്കെ ആണോ? 1190 എന്ന് വരും. ഓക്കെ ആണോ? കൃത്യമാകുന്ന രീതിയിൽ പിടികിട്ടിയോ? 1190 എന്ന് വരും. അടുത്ത തുറക്കുന്ന ചോദ്യം നോക്കേടാ. ശരി, നമുക്കൊന്നുകൂടെ നോക്കാവേ. എന്നാൽ ആളുടെ പ്രായം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 41 വയസ്സാ. ആരുടെ? ഹെലന്റെ. മകളുടെ പ്രായം എത്രയാ? 9 വയസ്സാ. അവര് പറയുന്നത് എത്രയോ വർഷം കഴിയുമ്പോൾ മകളുടെ പ്രായം എന്താകും? അതിന്റെ 3 ഇരട്ടിയാകണം. ആരുടെ പ്രായം? ഹെലന്റെ പ്രായം. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇപ്പോ ഹെലൻ എന്ന് പറയുന്ന ആളിന്റെ പ്രായം 41. എത്രയോ വർഷം കഴിയുമ്പോൾ, അതായത് അതിന്റെ കൂടെ എക്സ് കൂട്ടുക, സമം ആരാകൂടെ? മകളുടെ പ്രായവും അപ്പൊ എന്ത് കൂടിയിട്ടാണ്? എക്സ് വർഷം കൂടിയിട്ടുണ്ടാകും. അതേസമയം 3 ഇരട്ടിയാകുകയും വേണം ഹെലനിന്റെ. കണ്ടോ? ഇതങ്ങ് സോൾവ് ചെയ്ത ആൻസറാ. അപ്പൊ എന്ത് സംഭവിക്കും? 41 + x അതേപോലെ കിടക്കട്ടെ. അപ്പുറത്ത് 3 അകത്തേക്ക് പോകുമ്പോൾ 27 + 3x എന്നാകുന്നു. ഇനി പറഞ്ഞോ, 27 ഉണ്ട് ഇവിടെ, 41 ഇവിടെ, വെട്ടുമ്പോ 14. എക്സ് ഇവിടെ 3x, അങ്ങനെയാകുമ്പോ വെട്ടുമ്പോ ഇവിടെ 2x, അതായത് 2x 14 തുല്യം എന്നാണെങ്കിൽ എക്സ് എന്തിന് തുല്യം മക്കളെ? എക്സ് എന്ന് പറയുന്നത് 7 തുല്യം. അതായത് 7 വർഷങ്ങൾ കഴിയുമ്പോൾ രണ്ടുപേരുടെയും പ്രായം പരിഗണിച്ചാൽ ഹെലന്റെ പ്രായം എന്ന് പറയുന്നത് എന്താണോ അത് മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. കൂട്ടില്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ഗണിത പരീക്ഷയ്ക്കകത്ത് 87.5% ആളുകൾ എന്ത് ചെയ്തു? ജയിച്ചു എന്ന് പറയുന്നു. എന്നാൽ 7 ആളുകൾ തോറ്റു, 7 പേര് പരാജയപ്പെടുന്നു. എങ്കിൽ പരീക്ഷ എത്ര പേര് എഴുതിയിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 - 87.5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 12.5%. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈ പറയുന്ന എന്താണ് 12.5% എന്ന് പറയുന്ന കണക്കാണ് എന്തെന്ന് പറയുന്നത്? 7 പേരെന്ന് പറയുന്നത്. അതായത് തോറ്റ ആളുകളുടെ എണ്ണം 12.5%. അത് എണ്ണമായി പറഞ്ഞാൽ 7 എങ്കിൽ മൊത്തം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം 100% അല്ലേ? ആ 100% ആരാണെന്ന് കണ്ടുപിടി. കോർണർ കട്ടിംഗ് റൂൾ പ്രകാരം ഈ 12.5യും 100ഉം വെട്ടാം. എത്ര വരും മക്കളെ? 100. 8 കണ്ടോ? 12.5 8 തവണ ഗുണിച്ചാൽ, 12.5യെ 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100 വരും. ഇനി എന്താ ചെയ്യണ്ടേ? താണ്ടെ ഇവിടെ 1 അല്ലേ വരുന്നത്? താണ്ടെ ഈ 8നെയും 7നെയും ഗുണിക്കുക, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ 7 × 8 56 ഡിവൈഡഡ് ബൈ 1 56 തന്നെയാണ് ചോദ്യത്തിന്റെ ഉത്തരമായി വരിക. കോർണർ കട്ടിംഗ് റൂൾ പ്രകാരം പിടികിട്ടുമല്ലോ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ എന്താ പറയുന്നേ? 5 പുരുഷന്മാരുണ്ട്, 5 മെന്നുണ്ട്, അതേപോലെ തന്നെ എന്താ 12 സ്ത്രീകളുണ്ട്. ഓക്കെ ആണോ? ഇനി അവര് പറയുന്നതാകുന്ന കാര്യം നോക്കേ. ഒന്നുകിൽ 5 പുരുഷന്മാർ ഓർ 12 സ്ത്രീകൾ. ഇവര് ഒരു ജോലി തീർക്കാൻ 78 ദിവസം വേണം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? 5 മെൻ ഓർ 12 വിമണിന് എത്ര ദിവസം വേണം? 78 ഡേയ്സ് വേണം. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 5 മെന്നിന് തുല്യമാണ് 5 മെന്നിന് തുല്യമാണ് 12 വിമൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം എന്താ? 5 മെൻ 78 ദിവസം കൊണ്ട് തീർക്കുന്നതല്ലേ 12 വിമൻ 78 ദിവസം കൊണ്ട് തീർക്കുന്നത്. അതിനർത്ഥം എന്താ? 5 മെന്ന് 12 വിമനിന് തുല്യമാണ്. എങ്കിൽ അവര് ചോദിക്കുന്നു 5 ആകുന്ന മെന്നും അതേപോലെ 12 ആകുന്ന വിമണും ചേർന്ന് പ്രവർത്തിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഡീറ്റെയിൽ ഉണ്ട്. 5 മെന്ന് 12 വിമനിന് തുല്യം. അങ്ങനെയാണെങ്കിൽ 5 മെന്നിന് പകരം ഞാൻ ഇവിടെ അങ്ങ് 12 വിമൺ എന്ന് കൊടുക്കുക. 5 മെന്നിന് പകരം 12 വിമൻ പ്ലസ് ഇവിടെ ഒരു 12 വിമണൂരുണ്ട്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ 24 വിമൻ ഉണ്ട് എന്നായി.
ശരിയല്ലേ? ഇനി ചോദ്യം പറയുന്ന നോക്കേ, 12 സ്ത്രീകൾക്ക് 78 ദിവസം, 12 സ്ത്രീകൾക്ക് എത്ര ദിവസം? 78 ദിവസം വേണം എന്നാണെങ്കിൽ 24 സ്ത്രീകൾക്ക് എത്ര ദിവസം വേണം? ഒന്ന് ആലോചിച്ച് നോക്കേ, ജോലി പകുതിയായി കുറയില്ലേ? അതായത് 78ന്റെ പകുതി 39. കണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. കണ്ടോ? നിസാരമാകുന്ന രീതിയിൽ ആൻസർ എഴുതാൻ പറ്റും. പകുതിയായി കുറയില്ലേ? പകുതിയായി കുറയും, 39 ആൻസർ. ഓക്കെ അല്ലേ? അപ്പോ അടുത്തതാകുന്ന ചോദ്യം നോക്കേ, ജോമെട്രിക് പ്രോഗ്രഷന്റെ കാര്യമാണ് പറയുന്നത്. ജോമെട്രിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോർമുല AR⁻n-1 ഓക്കെ അല്ലെ? ഇതാണ് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ളതാകുന്ന ഇക്വേഷൻ. ഇവിടെ ചോദ്യത്തിനകത്ത് 8ാം പദം എത്രയാണെന്ന് പറയുന്നു, അതുപോലെ 5ാം പദം എത്രയാണെന്ന് പറയുന്നു. 8ാം പദം എന്ന് പറഞ്ഞാൽ AR⁻n-, 8 1 പോയാൽ 7 വരും. ഇതിന്റെ വിലയാണ് 729. അതുപോലെ AR⁵ ടേം എന്ന് പറഞ്ഞാൽ 5 1 പോകുമ്പോൾ 4 വരും. ഇതിന്റെ വിലയാണ് 27. ഞാൻ ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനെയും കൂടെ ഡിവൈഡ് ചെയ്യും. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ ഞാൻ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് വരും? R⁻3യുടെ മൂല്യം എന്ന് പറയുന്നത് 27. കാര്യം എന്താ? 27 എന്ന് പറയുന്ന ആളിനെ 729 കൊണ്ട് വെട്ടിയാൽ എനിക്ക് കിട്ടുന്നത് 27. 4 ഈ 7 വെട്ടിയാൽ എനിക്ക് വരുന്നത് 3. ഏകള് 2 അവിടുന്ന് വെട്ടിപ്പോകും. R³ 27 ആണെങ്കിൽ R എന്ന് പറയുന്നത് ഇവിടെ എന്താ? 3³ ആണ് 27. R എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 3 എന്ന് വരും. ആറിന്റെ വില എത്ര മക്കളെ? 3 എന്ന് വരും. ആറിന്റെ മൂല്യം 3 ആണെങ്കിൽ ഇനി കാര്യങ്ങൾ എളുപ്പമായി. എന്താ? ഈ പറയുന്ന ആറിന്റെ മൂല്യമാകുന്ന 3നെ ഞാൻ ഈ ചോദ്യത്തിനകത്ത് കിട്ടുകൂട്. AR⁴ എന്ന് പറയുന്നത് 27 അല്ലേ? 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ്. ഇവിടെ ആറിന്റെ മൂല്യം എനിക്ക് കിട്ടിയത് ഇപ്പൊ എത്രയെന്നാ കിട്ടിയേക്കുന്നത്? 3 എന്നല്ലേ കിട്ടിയേക്കുന്നത്? അപ്പൊ തന്നെ ഇവിടുത്തെ ഒരാള് അതാണ്ട് ഇവിടെ ഒരു 3 പേരും ഇവിടുത്തെ 3 പേരും. ഇനി ഇവിടെ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ്. അപ്പോ A= എനിക്ക് എന്തെന്ന് കിട്ടും? 1/3 എന്ന് കിട്ടും. പിടികിട്ടിയല്ലോ? 1ാം പദം കിട്ടി, 1/3. ഇനി എന്നോട് ചോദിക്കുന്നത് 11ാം പദം അല്ലേ? അപ്പോ AR⁻10 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 1/3. ആറിന്റെ മൂല്യം 3 എത്രയെന്ന് എടുക്കേണ്ട? 10. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ ആൻസർ 3/9 ആണ്. 3/9ന്റെ ഫൈനൽ ഡിജിറ്റ് എത്രയാണെന്ന് നോക്കുമ്പോ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് കോൺസെപ്റ്റ് പ്രകാരം എത്ര വരും? ഇവിടെ 3/1 എന്ത് വരുമോ അത് തന്നെയായിരിക്കും. 3/1 3 ആ യൂണിറ്റ് ഡിജിറ്റ്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ A 199683 എന്നാണ് വരിക. ഓക്കെ ആണോ? 199683 എന്നാണ് വരിക. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാമേ. അടുത്ത ചോദ്യത്തിനകത്ത് എത്ര കൂടുതലാണെന്നാ ചോദിക്കുന്നത്. 0.004 എത്ര മടങ്ങ്, അപ്പൊ ഇൻറ്റു എക്സ് ആണ് 0.18 എന്നാ ചോദിക്കുന്നത്. ഇനി അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയാമല്ലോ. എങ്ങനെയാ എഴുതണ്ടേ? ഇവിടെ 4 വരും. ഓക്കെ ആണോ? ഇവിടെ എക്സ് ഉണ്ട്. ഇപ്പുറത്താരാ ഉള്ളത്? 18. ഇവിടെ 18 × 10 എന്നായിരിക്കും വരിക. 18 × 10 എന്നായിരിക്കും വരിക. വെട്ടുമ്പോ എന്റെ ആൻസർ എത്ര വരും നോക്കേ? 4 കൊണ്ട് ആണോടാ? 4 കൊണ്ട് 2 കൊണ്ട് വെട്ടിക്കോ. അപ്പൊ ഇതെത്ര കൂടാ? 5 ആകും. ഇനി അവശേഷിക്കുന്ന ഒരു 2 കൊണ്ട് ഇതിനെ വെട്ടിക്കോടാ. ഇതെത്ര കൂടെ? 9 ആകും. അപ്പൊ 9/5 എത്ര വരും മക്കളെ? 45 എന്ന ആൻസർ വരും. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ ആണല്ലോ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വിശ്വസിക്കട്ടെ. ഉണ്ട്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്ത് എന്താ പറയുന്നേ? ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. അവിടെ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നതിനകത്ത് വാട്ടറിനും ബോട്ടിലിനും കൂടെ ചേർത്തിട്ട് 15 രൂപയാണ് വാങ്ങുന്നത്. അതേസമയം വെള്ളമാകുന്ന ആളിന്റെയും ആ ബോട്ടിലാകുന്ന ആളിന്റെയും വിലകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 രൂപയുമാണ്. എന്നാണെങ്കിൽ അവിടെ എത്ര രൂപയാണ് ആ ബോട്ടിലിന് വരുന്നത്? അതായത് വൈയുടെ മൂല്യം എത്രയാണെന്ന് കണ്ടുപിടിക്കാമോ? എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനുകളെ വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഞാൻ ഇവിടെ കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? ഈ മൈനസും പ്ലസ് ആവും. എക്സുകൾ വെട്ടിപ്പോവും. വൈകൾ 2y ആകും. ശരിയല്ലേ? കുറയ്ക്കുമ്പോ എത്ര വരും? ഇവിടെ 15ഉം 12ഉം ആകുമ്പോ 3 എന്ന് വരും. വൈയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാ വരിക? 1.5. വൈയുടെ മൂല്യം എത്ര വരും? 1.5. അതായത് ആ ബോട്ടിലിന്റെ തുക എന്ന് പറയുന്നത് 1.5 ബോട്ടിലെ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് വാ. അടുത്തതാകുന്ന ചോദ്യം എന്ന് പറയുന്നത് അവിടെ 100 എണ്ണൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ എഴുതുമ്പോൾ എത്ര തവണ 8 വരും? ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്. എന്താ വരിക? 20 എന്ന് വരും. എങ്ങനെയാ? 8 ഉണ്ട്, അത് കഴിഞ്ഞാൽ 18 ഉണ്ട്, അത് കഴിഞ്ഞാൽ 28, അത് കഴിഞ്ഞാൽ 38, അത് കഴിഞ്ഞാൽ 48, അത് കഴിഞ്ഞാൽ 58, അത് കഴിഞ്ഞാൽ 68, അത് കഴിഞ്ഞാൽ 78, അത് കഴിഞ്ഞാൽ 80. 80ൽ തുടങ്ങി 89 വരെയും എത്ര നമ്പറുകൾ ഉണ്ട്? മൊത്തം കൂടെ ആലോചിച്ച് നോക്കെ. 10 1 11 നമ്പർ ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ആളെന്ന് പറയുന്നത് 98 ആണ്. ഇനി ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8
8 കഴിഞ്ഞിട്ട് ദാണ്ട് ഇവിടെ ഒരു 11 ആയപ്പോ 19, ദാണ്ട് 1 20, ദാണ്ടെ കൂട്ടുമ്പോൾ മൊത്തം 20 ഡിജിറ്റുകൾ വരും. സോറി, 20 തവണ 8 ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ ആരാണ് ഓട് 1 എന്ന് കണ്ടുപിടിക്കും. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദാണ്ടെ 2ഉം 5ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 10 വരും. 6ഉം 3ഉം 9ഉം 1ഉം 10 വരും. 5ഉം 3ഉം 8ഉം 2ഉം 10 വരും. 6ഉം 4ഉം 10 വരും. എന്നാൽ 4ഉം 2ഉം 6ഉം 3ഉം ഇവിടെ 9 വരും. അതുകൊണ്ട് ആരാണ് 324? കൂട്ടുമ്പോൾ ഡിജിറ്റുകളുടെ സമ്മ് 10 വരുന്ന രീതിയിലാണ് നമ്പർ എഴുതി വെച്ചേക്കുന്നത്. എന്നാൽ 324 അങ്ങനെ വരുന്നില്ല എന്ന കാരണം കൊണ്ട് 324 ഇവിടുത്തെ ഓട് 1 എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് നോക്കെ. ഇവിടെ അവര് പറയുന്നത് ഒരു ടാങ്കിന്റെ എന്താണ് 1/4 ഫില്ല് ചെയ്തപ്പോ 135 ലിറ്റർ ഉണ്ടായിരുന്നു. അതായത് 135 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ആ ടാങ്കിന്റെ 4/1 ഭാഗം വെള്ളം നിറഞ്ഞാൽ അത് 135 ലിറ്ററാ. എന്നാണെങ്കിൽ 180 ലിറ്റർ ആകുമ്പോൾ അവിടെ എത്ര ഭാഗത്തിൽ വെള്ളം ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കൂ. എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കേ. 135 ലിറ്റർ ആണെങ്കിൽ അവിടെ 1/4 ആയിരിക്കും വെള്ളം ഉണ്ടാകുക. ഇനി 180 ആകുമ്പോൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് എത്ര എന്ന് പറയാൻ പറ്റണം. എങ്ങനെ പറയും? 5 കൊണ്ട് ഇവനെയും വെട്ടുമ്പോ ഇത് 36 വരും. ഇവൻ എത്ര വരും? ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോ അതാണ്ട് 2 ആയി. ഇനി ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 27 വരും. 35 അല്ലേ? അപ്പൊ 27. 9 കൊണ്ട് 2 പേരെയും വെട്ടുമ്പോ ഇതെത്ര വരും? 3 വരും. ഇവിടെ എത്ര വരും? 4 വരും. ഇനി ഈ 4 എന്താ? ഈ 4ഉം കൂടെ വെട്ടാം. അതുകൊണ്ട് എന്റെ ആൻസർ എന്ന് പറയുന്നത് 1/3 എന്നായിരിക്കും വരിക. എത്രയെന്നാ വരിക? 1/3 പാർട്ട്. ഓക്കെ ആണോ? 1/3 പാർട്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമാകുന്ന രീതി മനസ്സിലാകുമോ? മനസ്സിലാവും. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ എത്രയാണ് അടുത്തതാകുന്ന സംഖ്യ എന്നാ ചോദിക്കുന്നത്. 1 ഉണ്ട്, 6 ഉണ്ട്, 13 ഉണ്ട്, അത് കഴിഞ്ഞാൽ 24 ഉണ്ട്, അത് കഴിഞ്ഞാൽ 41 ഉണ്ട്, അത് കഴിഞ്ഞാൽ ആര് വരുമെന്നാ ചോദിക്കുന്നത്. ഇതൊരു റീസണിങ് ക്വസ്റ്റ്യനാ. പക്ഷെ ഞാനങ്ങ് പറഞ്ഞുതരാം. ഇവിടെ 5 കൂടി, ഇവിടെ എത്ര കൂടി? 7 കൂടി, ഇവിടെ എത്ര കൂടി മക്കളെ? ഇവിടെ 11 കൂടി, ഇവിടെ എത്ര കൂടി മക്കളെ? ഇവിടെ 17 കൂടി. എങ്കിൽ അടുത്തതിന് എത്ര കൂടുമെന്നാ ചോദിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഒന്നുകൂടെ ലെവല് താഴോട്ട് കൊണ്ടുപോവാ. 5ഉം 2ഉം 7ഉം 4ഉം 11ഉം എത്ര വരും? 6ഉം 17 എന്നാണെങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ആരാകും? ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവിടെ 2, 4, 6 കഴിഞ്ഞാൽ ഇനി 8. 17ന്റെ കൂടെ 8 കൂടിയ 25. ഈ 25 ഇവിടെ കൂട്ടണം. 41ന്റെ കൂടെ 25 കൂട്ടിയാൽ എത്ര വരും? 66. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തതാകുന്ന ചോദ്യം പറയട്ടെ. അടുത്തതാകുന്ന ചോദ്യം നോക്കെ. ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് തുല്യ നിരകളിലായിട്ട് നിലനിർത്തുകയാണ്. അതായത് എക്സ് ആകുന്ന എന്താണ് ചോദ്യം മൊത്തം വായിക്കുക എന്നിട്ട് പറയാം. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിലായി നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ വീതം കൂടുതലാണെങ്കിൽ ഒരു വരി കുറയും. അതുപോലെ ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടും. എന്നാണെങ്കിൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയെന്നാ ചോദിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? വരികളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ വരികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ അവിടുത്തെ കുട്ടികളുടേതാകുന്ന ഓരോ വരിയിലെയും എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓരോ വരിയിലെയും എന്ന് പറയുന്നത് y ആണ്. അപ്പോ എക്സ് വരികളിലായി y കുട്ടികൾ ഓരോ വരിയിലുമായി നിൽക്കുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എക്സ് ഇൻറ്റു വൈ, ദാറ്റ് ഈസ് എക്സ് വൈ. ശരിയല്ലേ? ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അപ്പൊ എത്രയാ മക്കളെ? ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അപ്പൊ എത്രയായി? എക്സ് വൈ എന്നായി. ഈ എക്സ് വൈയുടെ മൂല്യം എത്രയാണെന്ന് ഇനി ഞാൻ കണ്ടുപിടിക്കണ്ടേ. അതിനെന്താ ചെയ്യാനുള്ള വഴി എന്നുള്ളത് നോക്കും. എന്നാൽ ആദ്യം അവര് പറയുന്നത് എക്സ് വരികൾ ഉണ്ടായിരുന്നു. ശരിയാ. അതിനകത്ത് എന്ത് ചെയ്തു? ഒരു വരി കുറച്ചു. എങ്ങനെ കുറച്ചു? അതായത് ഓരോ വരിയിലും നിന്നതായ കുട്ടികളുടെ എണ്ണത്തിൽ 3 വീതം കുറവ് വന്നപ്പോൾ ഒരു വരി കുറഞ്ഞു. അപ്പോഴും ടോട്ടൽ സ്റ്റുഡൻസ് മാറ്റമില്ല, എക്സ് വൈ തന്നെയാണ് വരുന്നത്. ശരിയല്ലേ? അതുപോലെ എന്താ രണ്ടാമത് പറയുന്നത്? ഓരോ വരിയും എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? കുട്ടികളുടെ എണ്ണത്തിൽ ഓരോ വരിയിലും ഞാൻ 3 വീതം 3 വീതം കൂട്ടി എന്നല്ലടാ ആദ്യം പറയുന്നത്. 3 കൂട്ടി. രണ്ടാമത് അവർ പറയുന്നത് എന്താണ്? കുട്ടികളുടെ എണ്ണം ഞാൻ എന്ത് ചെയ്തു? ഓരോ വരിയിലും ഞാൻ 3 വീതം കുറച്ചു. 3 വീതം കുറഞ്ഞ വരികളുടെ എണ്ണം എത്ര കൂടും? 2 വീതം കൂടും എന്ന് പറഞ്ഞു. അപ്പോഴും ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് വൈ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പരിപാടി മാത്രം ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിനെ വൈയോടൊപ്പം ഈക്വൽ ടു ഇവനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് എഴുതുക. ഇവിടെ എക്സ് വൈ വരും. ഇനി ആരാ ഉള്ളത്? പ്ലസ് 3x ഉണ്ട്. ഇനി എവിടെ ആരാ ഉള്ളത്? മൈനസ് വൈ ഉണ്ട്, -3 ഉണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ താഴത്തവനെയും പിടിച്ചു. എക്സ് അകത്തോട്ട്. അപ്പൊ എന്തോ വരും? എക്സ് വൈ ഉണ്ട്. എക്സ് അകത്തോട്ട് -3x ഉണ്ട്. അടുത്തത് വൈ 2 അകത്തോട്ട് വരട്ടെ. അപ്പൊ എന്തോ വരും? ഇവിടെ പ്ലസ് 2y ആയി. അവിടെ ഇനി ആരാ ഉള്ളത്? -6 ആയി. കണ്ടോടാ? ഇനി എന്താ? അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലുള്ളവനെ വെട്ടാം. ഇവിടെ എക്സ് വൈ, ഇവിടെ എക്സ് വൈ, ഇവിടെ എക്സ് വൈ, ഇവിടെ എക്സ് വൈ വെട്ടിക്കളഞ്ഞു. അവശേഷിക്കുന്നതിൽ നിന്ന് ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്താ? 3x. ആദ്യത്തെ ആളെ നോക്ക്. -y ഈസ് ഈക്വൽ ടു ഇത് നോക്കണം. -3 ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 3 ആകും. ഇനി അവിടെ ആരാ ഉള്ളത്?
ഇവിടെ -3x + 2y എന്ന് പറയുന്നത് ആരാണ്? 6 എന്നുമാണ് അവിടെ ഉള്ളത്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടിയിട്ടു. പിടി കിട്ടി എന്നാണെങ്കിൽ ആൻസർ സോൾവ് ആയി. ഇത് ഇച്ചിരി ചെയ്യാനുള്ള ചോദ്യം തന്നെയാണ്, മനസ്സിലാക്കി ചെയ്യാൻ. ലോജിക്ക് വെച്ച് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെയ്യാനുള്ള ചോദ്യമാണ്. എന്താ മക്കളെ ഇനി ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുമോ അങ്ങനെ തന്നെ സോൾവ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനോടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വില 9 എന്ന് കിട്ടും. ഈ 9 ആകുന്ന മൂല്യത്തിനെ എടുത്ത് ചോദ്യത്തിനകത്തേക്ക് കൊടുത്താൽ എക്സിനെ കിട്ടും. അതെങ്ങനെ കിട്ടും? നോക്കെ, ഇവിടെ 9 ആയി. -9 ഇപ്പുറം വരുമ്പോൾ +9. 9 3 12. 3x എന്ന് പറയുന്നത് 12 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാകും? 4 എന്നാകും വരിക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം XY എന്നല്ലേ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതാണ്ട് 9 × 4 എത്രയാണ്? 36 സ്റ്റുഡൻസ്. ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്ര മക്കളെ? 36 സ്റ്റുഡൻസ്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ടോട്ടൽ സ്റ്റുഡൻസ് ആകുന്നത് ഇതിനകത്ത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടൊന്ന് എന്താണ് ഗുണിച്ച് വെച്ച്, അതായത് കോമ്പിനേഷൻ നോക്കിയാൽ മതി. അങ്ങനത്തെ രീതിയിൽ നോക്കിയാലും മതി. 24ന്റെ ഫാക്ടറൈസ് ചെയ്തിട്ട് 2 ആകുന്ന ഫാക്ടറിൽ ആ +3 -1 എന്നൊക്കെ പറഞ്ഞുള്ളത് കൊടുത്തു നോക്കിയിട്ട് ആൻസർ വേണമെങ്കിലും പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും കവറപ്പ് ചെയ്യാം കേട്ടോ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ എത്ര വരുമെന്നുള്ളതാ. ഇവിടെ 100 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. 100 കൊണ്ട് നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ എത്ര കൊണ്ട് വെട്ടാടാ? ഒരു 4 വെച്ച് വെട്ട്. അപ്പൊ എത്ര വരും? ഇത് 25 വരും. 4 കൊണ്ട് വെട്ടാൻ പറ്റുന്ന 96 ഉണ്ട്. അവശേഷിക്കുന്ന 25നെ 5 കൊണ്ട് വെട്ടുമ്പോൾ 95-നകത്തുനിന്ന് അങ്ങ് മാറും. ഇനി ഒരു 5 അവശേഷിക്കും. ഈ 5 കൊണ്ട് നമുക്ക് 85നെ വെട്ടാം. റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരും. ഓക്കെ ആണോ? ശിഷ്ടം എത്ര വരുമെന്നല്ലേ ചോദിക്കുന്നത്. ശിഷ്ടം 0 ആയി വരുന്നത്. കാര്യം എന്താ? എല്ലാം 100-നകത്തുള്ള എല്ലാം വെട്ടിപ്പോകുന്നുണ്ട് അവിടെ. ഓക്കെ ആണോ എന്നാണെങ്കിൽ ഓക്കെ പറയാം. ഓക്കെ ആണോ എന്നാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ മക്കളെ. സിംപ്ലി അവർ പറയുന്നത് ABC എന്ന് പറയുന്ന ഒരു നമ്പർ, DEFO എന്ന് പറയുന്ന ഒരു നമ്പർ, രണ്ടുപേരെ കൂട്ടുമ്പോൾ 1111 വരുന്നുണ്ട് എന്നാണെങ്കിൽ A + B + C + D + E + F എന്തായിരിക്കും എന്നാ ചോദിക്കുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് അതിന്റെ ആൻസർ പറയാം. എങ്ങനെയാ? ഡിജിറ്റ് സമ്മ നോക്കിയാൽ മതി. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 ആണ് വരുന്നത്. ഇനി കൂട്ടുമ്പോൾ ആര് വരുമെന്ന് അറിയാൻ ഡിജിറ്റ് സമ്മ 4 വരുന്നത് ഈ കൂട്ടത്തിൽ ആർക്കുണ്ടെന്ന് നോക്കി. ഇത് 8 2 10 വരുവോ? ഇല്ല. ഇത് 3 വരുവോ? ഇല്ല. ഇത് 9 2 11 1 1 2 വരുവോ? ഇല്ല. ഇവിടെ 4 ഡിജിറ്റ് സമ്മ വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് 31. പിടികിട്ടിയോ? അത് 31. വളരെ നിസ്സാരമാകുന്ന രീതിയിൽ ഡിജിറ്റ് സമ്മിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പഠിക്കേണ്ട ചോദ്യം. ഓക്കെ ആണോ മക്കളെ? ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണെന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ.